ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി. സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ, എക്സൈസ് ഓഫീസർ, IRB എന്നീ 4 പരീക്ഷകളും ഒറ്റ കോഴ്സിൽ ഒറ്റ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതെ, ഓപ്പറേഷൻ കാക്കി 4.0 +2 കഴിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ മികച്ചൊരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. 1 വർഷമായിരിക്കും കോഴ്സിൻ്റെ കാലാവധി വരുന്നത്. സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തുകൊണ്ടായിരിക്കും ഞങ്ങൾ നിങ്ങൾക്കുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വീക്ക്ലി സ്റ്റഡി പ്ലാനും അൺലിമിറ്റഡ് മോഡൽ എക്സാമും ഒക്കെ ഉള്ള ഒരു കിടിലം ബാച്ച് തന്നെയാണ് ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്നത്. നമുക്കപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ സിലബസ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. നോക്കി, ഇത് പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. കൃത്യമായിട്ട് 20 മാർക്കിനായിരിക്കും സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് ദ ഭാരതീയ ന്യായ സംഹിത 2023 അല്ലേ, BNS ആക്ട് അതിൻ്റെ കുറേ സെക്ഷൻസ് ഒക്കെയാണ് വരുന്നത്. അതിൻ്റെ അകത്ത് പാർട്ട് 1-ൽ നിന്ന് 4 മാർക്കിൻ്റെ ചോദ്യം വരും. 4 മാർക്കിൻ്റെ ചോദ്യമാണ് വരുന്നത്. അതിൻ്റെ അകത്ത് സെക്ഷൻസ്, കുറേ അധികം സെക്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് വേർഡ്സ്, എക്സ്പ്രഷൻസ്, എക്സ്പ്ലനേഷൻസ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇതിൽ നിന്നുള്ള ചോദ്യമായിട്ട് വരുന്നത്. അതുപോലെ അടുത്ത ഒരു ടോപ്പിക്കാണ് പണിഷ്മെന്റ്. സെക്ഷൻ 4 മുതൽ 11 വരെയാണ് സെക്ഷൻ വരുന്നത്. അത് കൃത്യമായിട്ട് അതിൻ്റെ അകത്തു നിന്നുള്ള ചോദ്യം വരും. പിന്നെ ജനറൽ എക്സെപ്ഷൻസ് വരുന്നുണ്ട്. അതും 14 മുതൽ 44 വരെയുള്ള സെക്ഷനാണ് അതിൽ നിന്ന് വരുന്നത്. പിന്നെ ഒഫൻസസ് എഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചൈൽഡ്, കൃത്യമായിട്ട് ഈ ടോപ്പിക്കിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ടായിരിക്കും നമ്മൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ ടോപ്പിക്കും എടുത്തുകൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒഫൻസസ് അഫക്റ്റിംഗ് ദ ഹ്യൂമൻ ബോഡി, അത് വരുന്നതെന്ന് പറഞ്ഞാൽ 100 മുതൽ 146 വരെയാണ് അതിൻ്റെ സെക്ഷൻസ് വരുന്നത്. കൃത്യമായിട്ട് ഈ സെക്ഷൻസ് എല്ലാം നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നതായിരിക്കും. അടുത്ത ഒഫൻസസ് എഗെയിൻസ്റ്റ് ദ പബ്ലിക് ട്രാങ്ക്വിലിറ്റി, അതുപോലെ തന്നെ ഒഫൻസസ് ബൈ ഓർ റിലേറ്റിംഗ് ടു പബ്ലിക് സർവൻസ്, ഒഫൻസസ് എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി തുടങ്ങിയ ടോപ്പിക്കുകളെല്ലാം നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പവേഴ്സ് ഓഫ് സുപ്പീരിയർ ഓഫീസേഴ്സ് ഓഫ് പോലീസ് ആൻഡ് എയ്ഡ് ടു ദ മജിസ്ട്രേറ്റ്സ്, അതുപോലെ തന്നെ ആൻഡ് ദ പോലീസ് തുടങ്ങിയ ടോപ്പിക്ക് വരുന്നുണ്ട്. അറസ്റ്റ് ഓഫ് പേഴ്സൺസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നതാണ് സമൻസസ് ആൻഡ് വാറണ്ട് വരുന്നുണ്ട്. സെർച്ച് ആൻഡ് സീസർ വരുന്നുണ്ട്. ഇൻഫർമേഷൻ ടു ദ പോലീസ് ആൻഡ് ദെയർ പവേഴ്സ് ടു ഇൻവെസ്റ്റിഗേറ്റ് തുടങ്ങിയ സെക്ഷൻസും നമുക്ക് കൃത്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മൾ പറഞ്ഞത് പാർട്ട് 1 ആണ് BNS. അടുത്ത പാർട്ട് 3-ൽ നിന്നും 2 മാർക്കിന് വരുന്നുണ്ട്. 2 മാർക്കിന് എന്താണ്? അത് ഭാരതീയ സാക്ഷ്യ അധിനിയമാണ് 2023. അതിൻ്റെ അകത്തുനിന്ന് 2 മാർക്കിനുള്ള ചോദ്യം വരുന്നുണ്ട്. പിന്നെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കേരള പോലീസ് ആക്ട് 2011 കേരള പോലീസ് ആക്ട്, കൃത്യമായിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഡീറ്റെയിൽസിൽ 3 മാർക്കിനാണ് ചോദ്യം വരുന്നത്. അതുപോലെ തന്നെ ദ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റാൻസസ് ആക്റ്റും അതും 2 മാർക്കിന് ചോദിക്കുന്നതാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ സൈബർ ലോ അല്ലേ, എന്താണ്, ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012 വരുന്നുണ്ട്. അതുപോലെ തന്നെ ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, അതും 2 മാർക്കിന് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്പെഷ്യൽ ടോപ്പിക്കും കവർ ചെയ്തുകൊണ്ടായിരിക്കും ഓപ്പറേഷൻ കാക്കി 4.0യുടെ ക്ലാസ്സുകൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ +2 കഴിഞ്ഞവരാണെങ്കിൽ, ഒരു ഫോഴ്സ് അല്ലെ, ഒരു യൂണിഫോം പോസ്റ്റിൽ നിങ്ങൾക്ക് ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഞങ്ങളുടെ ഏറ്റവും പുതിയ ഓപ്പറേഷൻ കാക്കി 4.0 ബാച്ചിൽ ജോയിൻ ചെയ്യൂ. ബൈ.